ഹായ് ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമുക്കിന്ന് അടൽ പെൻഷൻ യോജനയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് നമുക്ക് 42 രൂപ ചിലവിൽ പ്രതിമാസം 5000 രൂപ വരെ പെൻഷൻ കിട്ടുന്ന ഒരു സ്കീമാണ് അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്ക് വരുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾ, അതിനൊക്കെ നമുക്ക് ചെറിയ ചെറിയ ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ. പക്ഷെ അതൊക്കെ നമുക്ക് നമ്മുടെ മക്കളോടോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോടോ ചോദിച്ചു വാങ്ങുക എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യം. വയസ്സായ കാലത്ത് നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ ചെലവ് എന്ന് പറയുന്നത് നമ്മുടെ മരുന്ന് വാങ്ങാനും നമ്മുടെ ആവശ്യങ്ങൾക്കുമായിട്ടുള്ള ചെറിയ ചെറിയ ചെലവ്. വീട്ടുകാര്യങ്ങളും മറ്റുമൊക്കെ നമ്മുടെ മക്കളും എല്ലാവരും നോക്കുമായിരിക്കും അല്ലേ. മക്കളും മരുമക്കളൊക്കെ കൂടി വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുമായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ട പെൻഷൻ നമ്മുടെ സ്വന്തം പെൻഷനിലൂടെ നമുക്ക് ആവശ്യമായ മരുന്നും കാര്യങ്ങളും വാങ്ങാനും മക്കളെ യാതൊരു രീതിയിലും ശല്യം ചെയ്യാതിരിക്കാനും കഴിയുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണല്ലേ. പൈസ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ നിരന്തരം നമ്മുടെ മരുന്നിന് വേണ്ടി നമ്മളെ മക്കളെ ഒക്കെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ മക്കൾ തന്നെ ആയിരിക്കാം, പക്ഷെ ഒരു കാലഘട്ടത്തിന് ശേഷം അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. സോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇതേപോലൊരു പെൻഷൻ സ്കീമുകളിലൊക്കെ നമുക്ക് എന്തിലെങ്കിലും ചേരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വന്തം നിലയ്ക്ക് നടത്താൻ കഴിയുമ്പോൾ നമുക്ക് ഒരു സംതൃപ്തി ഉണ്ടാവും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പെൻഷൻ പ്ലാനുകൾ നമുക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് അധികം ചെലവൊന്നും പ്രതിമാസം വരുന്നില്ല. ഇത് മാസമായിട്ട് 3 മാസം കൂടുമ്പോഴും 6 മാസം കൂടുമ്പോഴൊക്കെ അടയ്ക്കാൻ പറ്റുന്ന സ്കീമുകളാണ്. നമ്മൾ അതിൽ ഏതാണോ സെലക്ട് ചെയ്യണത് അതിനനുസരിച്ച് നമുക്ക് അടച്ചു പോവാം. ഇത് നമുക്കിതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ ചെന്നിട്ട് നമുക്ക് ഇന്ന പോലെ ഒരു പെൻഷൻ സ്കീമിൽ ചേരണമെന്ന് പറഞ്ഞാൽ അവരപ്പം തന്നെ അത് ചെയ്തു തരും. ഇപ്പൊ നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ അടൽ പെൻഷൻ യോജനയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പോസ്റ്റ് ഓഫീസ് ഇപ്പോൾ ഒരു ബാങ്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. സോ അവിടെയും നമുക്ക് ഇതിനുള്ള ഒരു വഴിയുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ പെൻഷനിൽ ചേരാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ നമ്മൾ ഇതിൽ ഒരു ചെറിയ ചെറിയ നിക്ഷേപമായിരിക്കാം, പക്ഷെ അത് നമുക്ക് ഭാവിയിൽ വലിയൊരു സപ്പോർട്ടായി മാറാം. 100 രൂപയെങ്കിൽ 100 രൂപ നമുക്കത് വലിയൊരു സപ്പോർട്ടാണ്. നമുക്ക് അവശ്യ നിലയിൽ അത് വലിയൊരു സപ്പോർട്ടായിരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതേപോലുള്ള പെൻഷൻ പ്ലാനുകളിലൊക്കെ ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ പെൻഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ 20 വയസ്സ് മുതലുള്ള ഒരു വ്യക്തിക്ക്, അല്ല 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാറ്റഗറീസ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളിതിൽ 18 വയസ്സുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. 18, 19, 20 ഇങ്ങനെ ഓരോ വയസ്സാണ്. 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ കഴിയുള്ളൂ. 18 മുതൽ 40 വയസ്സ് വരെ, അതായത് മിനിമം 20 വർഷമെങ്കിലും അടയ്ക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 18 വയസ്സുള്ള ഒരു വ്യക്തിക്ക് പ്രതിമാസം 42 രൂപ വെച്ചിട്ട് അടച്ചുകൊണ്ട് ഈ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ല 3 മാസം കൂടുമ്പോഴാണെങ്കിൽ ഒരു 125 രൂപ വെച്ച് അടച്ചിട്ട് ഈ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ല എന്നുണ്ടെങ്കിൽ അതായത് 6 മാസം കൂടുമ്പോഴാണെങ്കിൽ ഇത് 248 വെച്ചിട്ട് അടച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 1,00,000 രൂപ വരെയാണ് നമുക്കിതിൽ ബെനിഫിറ്റ്സ് കിട്ടുക. 42 രൂപ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപയാണ് പ്രതിമാസം കിട്ടുക. 42 രൂപ അടയ്ക്കുമ്പോൾ നമുക്ക് പ്രതിമാസം 1000 രൂപയാണ് റിട്ടേൺ കിട്ടുക. അതേസമയം നമുക്ക് മരണം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ 1,70,000 രൂപ നമുക്ക് കിട്ടും. അതിന് പകരം നമ്മൾ 84 രൂപ മാസം അടച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അത് 3 മാസം കൂടുമ്പോഴാണ് നമ്മൾ അടയ്ക്കണമെങ്കിൽ അത് 250 ആയിരിക്കും. 6 മാസം കൂടുമ്പോഴാണ് അടയ്ക്കുന്നതെങ്കിൽ 596 ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് കിട്ടും, നമുക്ക് എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും സംഭവിച്ച് നമുക്ക് മരണം സംഭവിക്കുകയോ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് 3,41,000 രൂപ ലഭിക്കും. അതേപോലെ തന്നെ നമ്മൾ അത് മാസം 126 രൂപ വെച്ചിട്ട് അടച്ചുകൊണ്ടാണ് ഇതിൽ ചേരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 5.1 ലക്ഷം രൂപ നമുക്ക് ലഭിക്കും. ഇത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ. 376 രൂപ 3 മാസം കൂടുന്ന അടയ്ക്കുന്നവർക്ക്, ഒരു 6 മാസം കൂടുമ്പോൾ അടയ്ക്കുന്നവർക്ക് 744 രൂപ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 168 രൂപ അടയ്ക്കാം. അതേപോലെ തന്നെ നമുക്ക് 210 രൂപ അടച്ചിട്ടും നമുക്ക് ഇതിൽ ചേരാം. 210 രൂപ അടയ്ക്കുന്നവർക്കാണ് മാസം മിനിമം 210 രൂപ അടയ്ക്കുന്ന ഒരു വ്യക്തിക്കാണ് നമുക്ക് 5000 രൂപ പെൻഷൻ കിട്ടുന്നത്. ഈ ഫസ്റ്റത്തെ സ്കീം പ്രകാരം നമുക്ക് 1000 രൂപയാണ് കിട്ടുക. രണ്ടാമത്തെ സ്കീം പ്രകാരം നമുക്ക് 2000 രൂപയാണ് കിട്ടുക. മൂന്നാമത്തെ സ്കീം പ്രകാരം നമുക്ക് 3000 രൂപയാണ് കിട്ടുക. നാലാമത്തെ സ്കീം പ്രകാരം 4000 രൂപ. അഞ്ചാമത്തെ സ്കീമിൽ 5000 രൂപ. അതായത് നമ്മൾ 42 രൂപയുണ്ട്, 84 രൂപയുണ്ട്, 126 രൂപയുണ്ട്, 168 രൂപയുണ്ട്, 210 രൂപയുണ്ട്. നമ്മളെല്ലാം സാധാരണ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും, നമുക്ക് ഒരു കൂലിപ്പണി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാസം ഒരു 200 രൂപ കൊണ്ടുപോയി അടയ്ക്കുക എന്ന് പറഞ്ഞാൽ
അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ നമ്മൾ ഈ പറയുന്ന പെൻഷൻ സ്കീമിൽ ചേരുന്ന സമയത്ത് നമ്മുടെ ഓട്ടോ ഡെബിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും പൈസ കിട്ടുമ്പോൾ കൊണ്ടുപോയി 200 300 ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഡെബിറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു 10 30 40 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടുന്ന ഈ 5000 രൂപ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ബെനിഫിറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ആ സമയത്ത് നമുക്കൊരു ചെറിയ ഒരു ധനസഹായം പോലും നമ്മൾ ഈ ചെയ്ത വളരെ തുച്ഛമായ പൈസയല്ലേ, 200 രൂപ നമ്മൾ ചെറുതായി ഒരു ചായ കുടിച്ച് കളയുന്ന പൈസ ഉണ്ടാവുള്ളൂ. ആ പൈസ നമ്മൾ ഇവിടെ നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് ഭാവിയിലേക്ക് നമ്മുടെ ഒരു സ്വന്തം ആവശ്യങ്ങൾ മറ്റൊരാളുടെ കൈ പിടിച്ചോ കാല് പിടിച്ചോ വാങ്ങാതെ സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്ക് നമുക്ക് മാറാൻ കഴിയും. ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 19 വയസ്സുള്ളവർക്കാണെങ്കിൽ 46 രൂപയാവും, 20 വയസ്സുള്ളവർക്ക് 50 രൂപയാവും, 21 വയസ്സുള്ളവർക്ക് 54 രൂപയാവും, അങ്ങനെ 40 വയസ്സുള്ളവർക്ക് 291 രൂപയാണ് പറയുന്നത്. 40 വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഇതിൽ ചേരുന്നതെങ്കിൽ 1000 രൂപ പ്രതിമാസം കിട്ടണമെങ്കിൽ 291 രൂപ വെച്ചിട്ട് അടച്ചുകൊണ്ട് വേണം ജോയിൻ ചെയ്യാൻ. അതേസമയം 5000 രൂപ കിട്ടണമെങ്കിൽ മാസം 1454 രൂപ വെച്ച് അടച്ചുകൊണ്ട് വേണം പ്രതിമാസം ജോയിൻ ചെയ്യാനുള്ള കാര്യം മനസ്സിലാക്കുക. ഈ പട്ടിക പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രായക്കാരനാണ്, ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണ്, നമ്മൾ എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത്, നമുക്ക് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിൽ പെൻഷൻ സ്കീമിൽ ഒന്ന് ചേരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത്രയും നേരം എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.